ഹായ് അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് ചീര കൃഷിയായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ അതുപോലെ നമ്മൾ വെറുതെ കളയുന്ന കുറച്ച് പാത്രങ്ങൾ വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ചീര കൃഷി ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതിന് കുറച്ച് കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചീര കൃഷി വീട്ടിൽ ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുള്ളായിട്ടൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലെ നമുക്ക് ചീര കൃഷിയൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരു 20 ദിവസം ആകുമ്പോഴേക്കും നമുക്ക് ഇതേപോലെ പറിച്ചെടുക്കാൻ പറ്റുന്ന ഒന്നാണ് ചീര കൃഷി എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് ഒരുപാട് കെയറും കാര്യങ്ങളൊന്നും ആവശ്യമില്ല. അപ്പോൾ ഞാനിത് ചെയ്യുന്നത് ഇതുപോലെ ഒരു പാത്രത്തിലാണ് കേട്ടോ ചീര കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനത്തെ പാത്രങ്ങളൊന്നും സാധാരണ നമ്മൾ വാഷിംഗ് മെഷീൻ ലിക്വിഡ് നമ്മൾ വാങ്ങിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ വെറുതെ നമ്മൾ കളയുന്നൊരു സാധനമാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെയാണ് ചെയ്യണത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഏകദേശം ഇതുപോലെയാണ് കട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാനുള്ള സാധനങ്ങളില്ല എന്ന് പറഞ്ഞിട്ട് ആരും പേടിക്കേണ്ട. നമ്മുടെ ഈ കത്തിയുള്ളത് നമുക്ക് ഗ്യാസിൽ ചൂടാക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അടിയിൽ ഇതുപോലെ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമുക്കിതുപോലെ ഒരു ചകിരി വെച്ചിട്ട് നമുക്കിതൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് വെള്ളം നന്നായിട്ട് വാർന്ന് പോകണം കേട്ടോ. നമ്മൾ ചീര കൃഷി ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്നാണ്, വെള്ളം കെട്ടി നിൽക്കാനും പാടില്ല, അതുപോലെ മണ്ണ് ഒരുപാട് ഡ്രൈ ആയി പോകാനും പാടില്ല. ഈ ഒരു കാര്യമാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ ചകിരി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഇതുപോലെ മണ്ണൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മണ്ണ് ഞാൻ എങ്ങനെ ചെയ്യണമെന്നുള്ള വീഡിയോസൊക്കെ ഞാൻ ഒരുപാട് എൻ്റെ ചാനലിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് തൽക്കാലം നമ്മൾ ചീര കൃഷി ചെയ്യുന്ന സമയത്ത് ഞാൻ ഇതിലോട്ട് ഇട്ടിരിക്കുന്നത് ചാണകപ്പൊടിയും അതേപോലെ തന്നെ കടലപ്പിണ്ണാക്കും പിന്നെ എല്ലുപൊടിയും കൂടി മിക്സ് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ. പിന്നെ ഞാനിതിൽ ചകിരിച്ചോറും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി എടുത്തതിന് ശേഷം പിന്നെ ഞാനിതിലോട്ട് ചീര വിത്ത് പാകിയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചീര വിത്ത് നമ്മളെപ്പോഴും ഒരുമിച്ച് പാകുക. അതിന് ശേഷം ഇതുപോലെ നല്ല ആരോഗ്യമുള്ള ചെടികളൊക്കെ എടുത്ത് നമുക്ക് മാറ്റി വയ്ക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് വെച്ചാൽ നമുക്ക് നല്ല ആരോഗ്യമുള്ള ചീരേനെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതേപോലെ നമുക്ക് ഞാൻ പാകി കൊടുത്താണ്. പാകി കൊടുത്തു കഴിഞ്ഞു വെച്ചാൽ ഏകദേശം 5 ദിവസം ആകുമ്പോഴേക്കും ചെറുതായിട്ട് മുള പൊട്ടി വരാനും അതേപോലെ തന്നെ ഇത് ഏകദേശം ഒരാഴ്ച പ്രായമായ ചീരകളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് വെള്ളമൊക്കെ ഒന്നാക്കി നന്നായി സെറ്റാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ടൊന്ന് ചീര വെച്ച് കൊടുക്കാം. അപ്പോൾ എനിക്കിതിൽ ചീര കിട്ടിയത് ഏകദേശം ഒരു 20 ദിവസം ആകുമ്പോഴേക്കും നമുക്ക് കറി വയ്ക്കാൻ പാകത്തിന് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് ദിവസം ആകുമ്പോൾ നമുക്ക് ആ ചീരൻ്റെ ടേസ്റ്റ് ചിലപ്പോൾ നമുക്ക് അത്ര ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഏകദേശം ഒരു 20-25 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ചീര വിളവെടുപ്പ് തുടങ്ങണം. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു ഗ്യാപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ പിന്നെ ഇതിൽ 2 ചീരയാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. ചീര വെക്കുമ്പോൾ നമുക്ക് ഒരുപാട് അടുപ്പിച്ച് വെക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഇലകളെല്ലാം വലുതാവാൻ ഉള്ളൊരു സ്പേസ് കൊടുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ചീര വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഏകദേശം ഇതിന് നമുക്കൊരു 2 ചീരയോളം വയ്ക്കാം, അതിൽ കൂടുതൽ വയ്ക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് ഇതിൽ നിന്ന് തന്നെ നമുക്ക് 2-3 തവണ നമ്മൾ കട്ട് ചെയ്ത് എടുക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് 20 ദിവസം കഴിയുമ്പോഴേക്കും നല്ല അടിപൊളി ചീര കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കുക, അപ്പോൾ ഒരുപാട് ഇലകൾ വലുപ്പമായി വരികയാണെന്ന് വെച്ചാൽ നമുക്കൊരു 15 ദിവസം ഇതിൻ്റെ ഉള്ളിൽ തന്നെ എടുക്കാവുന്നതാണ്. അപ്പോൾ അതേപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇതിലോട്ട് കൂടുതലായിട്ട് ആഡ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക. അപ്പോൾ വളരെ എളുപ്പമാണ്, നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കൃഷിയാണ് കേട്ടോ അത്. അപ്പോൾ ഇതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതുപോലെ ഇത് ഞാൻ ഇടയ്ക്ക് ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ ചേർത്തിരിക്കുന്നത് മുട്ടത്തോട് നന്നായി പൊടിച്ചെടുത്തതാണ്. അപ്പോൾ ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുട്ടത്തോട് എങ്ങനെയാണ് നമുക്ക് നല്ലൊരു ഫെർട്ടിലൈസർ ആക്കി മാറ്റുക എന്നുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ ഇടയ്ക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണാനുള്ളവർ ഒന്ന് പോയി ചാനലിൽ കയറി നോക്കുക. ഈ ഫെർട്ടിലൈസർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുള്ളായിട്ടുള്ള ഒരു വളമാണത്. അപ്പോൾ നമുക്ക് വീട്ടിൽ വെറുതെ കളയുന്ന കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. കാരണം ഈ വീഡിയോയിൽ കാണിക്കാമെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് ലെങ്തായി പോണത് കൊണ്ടാണ്. അപ്പോൾ ആവശ്യമുള്ളവർ കയറി നോക്കുക. അപ്പോൾ ചീര കൃഷിക്ക് മാത്രമല്ല, അതുപോലെ ഞാൻ വെണ്ടയ്ക്ക കൃഷിയാണെങ്കിലും എല്ലാത്തിനും ഞാൻ ഈ വളം ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ നല്ല വ്യത്യാസം കാണിക്കാറുണ്ടായിരുന്നു. അപ്പോൾ മസ്റ്റായിട്ട് എല്ലാവരും ആ വീഡിയോ ഒന്ന് പോയി കാണുക കേട്ടോ. അപ്പോൾ ഞാനത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവുന്നതാണ്. ഇതുപോലെ മുളക് തൈ ആണെങ്കിലും അതേപോലെ തന്നെ നമുക്ക് വെണ്ടയ്ക്ക ഒക്കെ ചെയ്യണത് ഇതുപോലെയാണ് കേട്ടോ. അപ്പോൾ ചീര നമുക്ക് ഏകദേശം ഒരു 10-15 ദിവസം ആകുമ്പോഴേക്കും തന്നെ നല്ലോണം ഇതേപോലെ നല്ലോണം വളർന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വേണമെങ്കിൽ 1 മാസം വരെ നമുക്ക് ചീര വയ്ക്കാവുന്നതാണ്.
പക്ഷേ നമുക്കത് ഒരുപാട് മൂത്ത് പോകുമ്പോൾ നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഏകദേശം ഞാനൊരു 20 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഞാനിത് വിളവെടുപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് വരുന്ന സമയത്ത് നമ്മളത് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം. ഇല്ല വെച്ചാൽ നമുക്ക് പൂത്ത് തുടങ്ങി വെച്ചാൽ നമുക്ക് ചീര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതൊരു പ്രത്യേക തരം ചീരയാണ്. അപ്പോൾ ഇതിൻ്റെ ഇലകൾ ഒരുപാട് വലുതാവില്ല, ഇതിങ്ങനെ മാത്രം ഉണ്ടാവുന്നൊരു ചീരയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 20 ദിവസം ആകുമ്പോഴേക്കും തന്നെ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ തക്കാളി ആണെങ്കിലും വെണ്ടയ്ക്ക ആണെങ്കിലും എല്ലാത്തിനും ഞാൻ ഈ ഒരു ഫെർട്ടിലൈസർ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ല റിസൾട്ടായിരുന്നു കേട്ടോ. ഇലകളൊക്കെ നല്ല വലിപ്പം വെക്കാനും ഒക്കെ വളരെ യൂസ് ആയിട്ടുള്ള ഒരു ഫെർട്ടിലൈസറാണ്. തീർച്ചയായും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മൾ വെറുതെ കളയുന്ന കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടാണ് കേട്ടോ ഞാനിതൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. എല്ലാവരും ഒന്ന് മസ്റ്റായിട്ടും ഒന്ന് പോയി കണ്ടു നോക്കുക. അപ്പോൾ ഇതേപോലെ നമുക്ക് വെണ്ടയ്ക്ക ആണെങ്കിലും എന്ത് കൃഷി ചെയ്യുകയാണെങ്കിലും അതിന് മാത്രമല്ല കേട്ടോ, നമ്മൾ പൂക്കളുടെ ആണെങ്കിലും റോസ് ആണെങ്കിലും നമുക്ക് എന്താണ് ബോഗിൻവില്ലയുടെ നമുക്ക് എന്ത് ഫ്ലവേഴ്സ് ആണെങ്കിലും ശരി നമുക്കത് നല്ലൊരു യൂസ് ആയിട്ടുള്ള ഒരു ഫെർട്ടിലൈസറാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മൾ ചീര കട്ട് ചെയ്യണ സമയത്ത് ഏകദേശം ഒരു താഴ്ഭാഗത്ത് നിന്ന് തന്നെ നമുക്ക് കട്ട് ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ കാരണം അപ്പോൾ കുറച്ചും കൂടി നല്ലോണം ഗ്രോത്ത് ആയിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇലകൾ പൊട്ടി വരാനും വീണ്ടും ഒരു 15-20 ദിവസം ആകുമ്പോഴേക്കും നമുക്ക് അടുത്തതായിട്ട് കട്ട് ചെയ്യാനും പറ്റും കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമുക്ക് ചീരയ്ക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ അത്യാവശ്യം നല്ല വെയിലുള്ള സ്ഥലത്ത് തന്നെ വെക്കണം. പിന്നെ അതുപോലെ തന്നെ വെള്ളം നമുക്ക് എപ്പോഴും വെള്ളം ഒഴുകി പോണ സ്ഥലത്ത് തന്നെ ആയിരിക്കണം കേട്ടോ. അതുവേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും ചകിരിച്ചോറ് അതുപോലെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചകിരിയൊക്കെ വെച്ചിട്ട് നല്ലോണം സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഏകദേശം ഇത്രത്തോളം ഇലകൾ വലിപ്പം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അളവിന് എടുക്കുമ്പോഴാണ് എനിക്ക് കുറച്ചുകൂടെ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഏകദേശം ഞാൻ ഈ ഒരു പ്രായത്തിൽ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ചീരയുടെ പോലെയല്ല, നമ്മൾ ഈ ഒരു പ്രായത്തിൽ തന്നെ നമ്മളെടുത്ത് നമ്മൾ കറി വയ്ക്കുകയാണ് വെച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ചീരയിൽ വരുന്ന മെയിനായിട്ടുള്ള പ്രശ്നമാണ് ഇലപ്പുള്ളി രോഗങ്ങളും പിന്നെ അതുപോലെ ഇലകൾ പെട്ടെന്ന് തന്നെ പുഴുക്കേട് വരുന്നതും അതുപോലെ തന്നെ വേര് ചീഞ്ഞു പോകുന്ന പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. നമ്മൾ മെയിനായിട്ട് നമ്മൾ വെള്ളം ഒരുപാടാവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അത്യാവശ്യം വെയിലത്ത് തന്നെ നമ്മളിത് വെക്കണം കേട്ടോ. പിന്നെ അടുത്തതായിട്ട് നമ്മൾ വീട്ടിൽ തന്നെ നമ്മൾ പച്ചക്കറി കൊണ്ട് ചെയ്യുന്ന ഒരു ഫെർട്ടിലൈസർ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഇടുന്ന നമുക്ക് ജൈവ സെറി വെച്ചിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ അടുത്തതായിട്ട് നമുക്ക് കഞ്ഞിവെള്ളത്തിൽ കടലപ്പിണ്ണാക്കി ഇട്ടിട്ട് ഒരു 3 ദിവസം പുളിപ്പിച്ചതിന് ശേഷം അതുപോലെ ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് നല്ല ആരോഗ്യത്തോടെയുള്ള ചീര നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. പിന്നെ നമുക്ക് ഒരുപാട് രോഗങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ വരികയാണ് വെച്ചാൽ നമ്മൾ സുഡോമോണസ് നമുക്ക് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മളൊന്ന് തെളിച്ച് കൊടുക്കുകയാണ് വെച്ചാൽ നമുക്ക് ഇലകളിൽ നല്ല ഫ്രഷ് ആയി കിട്ടുന്നുണ്ടോ. ഒരു അസുഖങ്ങളോ ഒന്നുമില്ലാതെ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. പിന്നെ നമുക്ക് അതൊന്നും ഇല്ലാത്തവരാണ് വെച്ചാൽ നമുക്ക് കഞ്ഞിവെള്ളത്തിൽ നമുക്ക് വേപ്പെണ്ണ മിക്സ്ഡൊന്നും ചേർത്തതിന് ശേഷം അല്പം സോഡാപ്പൊടിയും കൂടി ചേർത്തിട്ട് നമുക്ക് തെളിച്ച് കൊടുക്കുകയാണ് വെച്ചാലും പലതരത്തിലുള്ള രോഗങ്ങൾക്ക് ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസ് എൻ്റെ ചാനലിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അവരിക്കും ബൈ, അസ്സലാമു അലൈക്കും.